ഇന്ന് നോമ്പ് 14. ഞാൻ പത്തിരിയാണ് റെഡിയാക്കണത്. പത്തിരി കുഴച്ച് ഉണ്ട പിടിച്ചിട്ട് പത്തിരി ഉണ്ടാക്കുകയാണ്. പത്തിരിക്ക് ഞാൻ കറി ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ച ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അതിൽ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളകും ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങ അരച്ചിട്ട് മാറ്റി വെച്ചിരുന്നതാണ്, ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അത് ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടിയും വലിയ ജീരകം ഇട്ടിട്ട് അരച്ച് വെക്കുന്നുണ്ട്. ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഫ്രീസറിൽ എടുത്ത് വെക്കണം. ആ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചത് ഈ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ച മുട്ടക്കറി റെഡിയാക്കാം. തക്കാളിയൊക്കെ വാടി വന്നപ്പോൾ പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, എരിവുള്ള മുളക് പൊടി. പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. അരപ്പൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പൊടിച്ച മസാലപ്പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി ഉണ്ടാക്കണത് മോനൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അങ്ങനെ റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞിങ്ങനെ ചീസ് ഇട്ടിട്ട് വേണം ചെയ്യണമെങ്കിരുന്നു. ഗ്യാസ് എത്തിച്ചെടുത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടാവട്ടെ. 4 മുട്ടയെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. സവാള ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് പച്ചമുളക് എടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. തീ കുറച്ചിട്ടൊക്കെ കേട്ടോ. പൊടികളുടെയൊക്കെ പച്ചമണം മാറും വരെ വഴറ്റി കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വരുമ്പോൾ നമുക്ക് മുട്ട ഒരേത് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് തീ കുറഞ്ഞ് വെക്കാം കേട്ടോ. ഇതുപോലെ എല്ലാം ഇട്ട് കൊടുക്കാം. 4 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചീസ് ഇങ്ങനെ നുറുക്കി എടുത്തേക്കണം കേട്ടോ. അത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം എല്ലായിടത്തും. കുരുമുളക് പൊടി ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. മുട്ടയുടെ മഞ്ഞയുടെ മുകളിൽ കുറച്ചിട്ടുണ്ട്. പിന്നെ അതേ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചീസ് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് മൂടി വെക്കാം. നല്ലോണം വെന്ത് വരട്ടെ. നമുക്കിതൊന്ന് തുറക്കാം കേട്ടോ. ഇപ്പം നല്ലോണം വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനെ മറച്ചിടണമെങ്കിൽ ചീസൊക്കെ ഇട്ടതുകൊണ്ടാണ് മറച്ചിടാത്തത്. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. ഫ്രൂട്ട്സ് പൈനാപ്പിളും ആപ്പിളും മുന്തിരി എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ നോമ്പും തുറന്നിട്ടുണ്ട്.